ഞാൻ ഇതിപ്പോ നേമത്തുനിന്ന് പ്രസന്ന മോന്റെ ചാനലിലെ ഓരോ പെണ്ണുങ്ങൾ കരയണ കണ്ടപ്പോ തലി കൊത്തി വിളിച്ചു ചെയ്താണ്. അയ്യോ എന്റെ പൊന്നു മോനെ, ആ കൊച്ചിട്ട് ആ രാഹുലിന്റെ മുഖം കണ്ടാ അറിയാം അവൻ നിരപരാധിയാണെന്ന് നമുക്ക് എല്ലാവർക്കും കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഇത് ഉമ്മൻചാണ്ടിയെ കരുതൽ കൊണ്ട് കളിച്ചുപോലെ കളിക്കാണ്. ഈ വി ഡി സതീശൻ ഇപ്പോഴേ മുഖ്യമന്ത്രി ആവാൻ വേണ്ടി വെള്ള കോട്ട് തച്ചു വെച്ചോണ്ട് കാത്തിരിക്കണം. അവൻ ഒരിക്കലും മുഖ്യമന്ത്രി ആവൂല. സത്യ ഉമ്മൻചാണ്ടി നെഞ്ച് അത്രയ്ക്ക് നീണ്ടിയിട്ടുണ്ട്. ആ സതീശ ഒരിക്കലും മുഖ്യമന്ത്രി ആവൂല. ഞങ്ങളെല്ലാരും കോൺഗ്രസ്സുകാരാണ്. ഞങ്ങൾ ഇനി കോൺഗ്രസിന് ഓർക്കിടയില്ല. അയ്യോ എനിക്കിത് കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല. ഇത് 2-3 പെമ്പിളുടെ മുഖം കണ്ടാ അറിയാം കള്ളം പറഞ്ഞ അപ്പോഴൊക്കെ ഞാൻ പറയും ഇത് കള്ളമാണ്, ഇത് ആളെ വെച്ച് ഇതിലിട്ട് കളിപ്പിക്കുകയാണ് എന്ന് പറയും. ആണോ രാഹുൽ എന്ന് പറഞ്ഞത്? അപ്പൊ എല്ലാവരുടെയും കളി പറയും. അങ്ങനെ കളി പറയുന്നതിലെ കൂടെയാണ് കാര്യമാക്കി അതിനെ എടുത്ത് വ്യാഖ്യാനിച്ചുണ്ടാക്കി പീഡനത്തിലാക്കി അതിനെ രാജി വരെ വഹിപ്പിച്ച് അതിന്റെ ജീവിതമേ തുലച്ചു. ഇനിയിപ്പോ എന്തിനൊക്കെ നടക്കാൻ പോണെന്നുണ്ട്. ഇനി അടുത്ത് മുഖ്യമന്ത്രി പിണറായി വരാൻ വേണ്ടിയുള്ള കളികളാണ്. എന്നാലും സതീശൻ വരണ്ട. സതീശനാണ് ഇത് അത്രയും ചെയ്യിപ്പിക്കുന്ന, അത്രയും സതീശനാണ്. ജയിപ്പിക്കില്ല. ആ സതീശനെ ഒരിക്കലും മുഖ്യമന്ത്രി ആക്കല്ലേ. അപ്പൊ ഇപ്പോഴേ എത്ര ലക്ഷം രൂപ ഷൂവും വെള്ള കോട്ടും വെച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി. പിണറായിയുടെ അനിയനാണ് അവൻ മുഖ്യമന്ത്രി ആയ പിണറായിയുടെ അനിയൻ തന്നെ. ഇവൻ ഒരിക്കലും മുഖ്യമന്ത്രി ആവാൻ അനുവദിക്കില്ലേ അവനെ. ഈ രാഹുൽ എന്ന് പറഞ്ഞാൽ അവന്റെ മുഖം കണ്ടാ അറിയാം അവൻ നിരപരാധിയാണ്. അവൻ ഈ പിള്ളേരുടെ കളിയൊക്കെ പറയും. അതിനെ വച്ച് കാര്യമാക്കി ആരോ ചെറുക്കനായിട്ട് കഷ്ടം. ആ നല്ലൊരു പയ്യൻ, വളർന്നു വലിയ പയ്യൻ ഷാബി രാഹുലൊക്കെ നല്ല ഒരു കോൺഗ്രസിന് നല്ല ഒരു പിള്ളേരായിരുന്നതാണ്. അതൊന്നും നശിപ്പിച്ച് കളഞ്ഞല്ല. ഇനി ഇതിപ്പോ അടുത്ത ഇലക്ഷൻ വരുന്നു. ഇനിയിപ്പോ 3ാമതും പിണറായി വരാൻ വേണ്ടി ആരോ കളിക്കുന്നതാണ്. ഉമ്മൻചാണ്ടിയെ കളിച്ച് ഉമ്മൻചാണ്ടി കൊന്നതുപോലെ ഈ കോൺഗ്രസിനെ ആരോ കൊല്ലേನು. ഇത് ആർക്കും അറിഞ്ഞൂടാ. പെട്ടെന്ന് രാജിവെച്ചു. മുകേഷ് രാജിവെക്കാത്തത്. മുകേഷ് അതിൽ എത്ര പേര് പീഡന കേസിൽ കർമ്മോണ്ട് ഉണ്ടായി. അവന്മാർ ഒറ്റയൊന്നും അയാള് എത്ര എണ്ണം ഇതേപോലെ ഓരോ കേസുകൾ ഓർമ്മയില്ലയോ? അതിൽ ആരെങ്കിലും രാജിവെക്കുന്ന മുകേഷിൻ്റെ ഇപ്പോഴും ഫോണിൽ കിടക്കുകയല്ലേ. ഇത് എത്ര മന്ത്രിമാരെ ആൾ കമ്മ്യൂണിസ്റ്റിൽ പീഡന കേസിൽ ശശി ഒക്കെ ഇവരൊക്കെ ഇന്നും വെളിഞ്ഞ് നിൽക്കിരിക്കുകയല്ലേ. അവർക്ക് പാർട്ടി വലുത്. ഈ കോൺഗ്രസിന് അങ്ങനെയല്ല. കോൺഗ്രസിൽ കൂടെ ഇരുന്നുകൊണ്ട് കോൺഗ്രസ്സുകാരന്മാരെ തന്നെ ഒറ്റ കൊടുക്കും കുറ്റക്കവും ഇല്ല. അത് അവരെ തന്നെ നശിച്ചാണ് പോണത്. നമുക്കും தெரியும் ഇങ്ങനെ പോട്ടെ. കാണപ്പോൾ കഷ്ടം തോന്നും. ആ ചെറുക്കൻ്റെ ആ രാഹുലിന്റെ അത് വളർന്നു പറഞ്ഞ ഒരു പയ്യനായിരുന്നു, നല്ലൊരു പയ്യനായിരുന്നു. അവനും കൊള്ളാം, ഷാബി കൊള്ളാം. ഇതൊക്കെ നല്ല പിള്ളേരായിരുന്നു. പക്ഷെ ആ ഷാബി ഇതിനൊക്കെ എല്ലാത്തിനും ഒതുക്കുന്നത് ആ വി ഡി സതീശനും മറ്റേ ചെന്നലല്ലേ അവനും ഈ മുരളി ഇതെല്ലാം. അതേപോലെ തന്നെ മുഖ്യമന്ത്രിയായ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു മറ്റേ ഇയാളാവണമെന്ന്, മുഖ്യമന്ത്രി ആവണമെന്ന് എല്ലാവർക്കും ആഗ്രഹം. നമ്മളെ വീട് പെയിന്റടിക്കാമെന്ന് അവന്മാർ എല്ലാവരും പറയണത്. എന്റെ പേര് അബൂബക്കർ, കോട്ടക്കൽ, മലപ്പുറം. ഇതിൽ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് വി ഡി സതീശനല്ലേ തയ്ച്ചാള്? ആണോ? ആണ്, യാതൊരു സംശയമില്ല അതില്. ആ പന്നിയുടെ മോനാണ് ഈ പണി ചെയ്തിരിക്കുന്നത്. ഓനെ വളരാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയാണ്. അതുപോലെ ജനങ്ങൾക്ക് വരെ ഇത് മനസ്സിലായി. ജനങ്ങൾക്ക് മനസ്സിലാവണല്ലോ. ഓൻ ആദ്യത്തെ പുറത്ത് വലിച്ചെറിയണം. ഇപ്പൊ ഇന്ന് ഏതോ ന്യൂസ് കേട്ടു, പിന്നെ മറ്റേ ബനാണെന്ന് ചക്രയാണെന്ന് അതിന്റെ ബാക്കില് സാധൻ ചക്രയായി ആണ് അതിന്റെ ബാക്ക് കളിക്കണെന്ന് നമുക്കറിയില്ല. അതിനൊന്നും സാധ്യതയില്ല. ഷാജൻ അതിനകത്ത് എന്താ കാര്യം? ഓനാണ് പെണ്ണിന് ഗർഭമുണ്ടെന്ന് പറഞ്ഞു. ഓ ഇല്ല, അതൊന്നുമില്ല. ഇപ്പൊ ഗർഭമില്ലാന്ന് പറഞ്ഞു. അവന് നിലപാടില്ലാത്തത് ഞാൻ പറഞ്ഞില്ല. അതിനെ തന്തയില്ലായ്മ നമ്മൾ ആ മലയാളത്തിൽ പറയുന്നത്. കാരണം ഇന്ന് ഒരപ്പനാന്ന് പറയും, നാളെ അഴകുള്ളവനെ അപ്പാൻ വിളിക്കുന്ന പണിയെന്നാണ് പറയുന്നത്. നിലപാടില്ലായ്മ ബിജെപിക്ക് വേണ്ടി കളിക്കുന്ന കളിയാണ്. വേണ്ടി കളിച്ച കളിയാണ്. സംശയം എന്താ? അവന് കാറ്റിനെന്തോ തൂറ്റും. അവൻ അങ്ങോട്ടാണ് കാറ്റെന്ന് കണ്ടാൽ അങ്ങോട്ട് നിൽക്കും, ഇങ്ങോട്ടാ കാറ്റെന്ന് പറഞ്ഞാൽ നിന്ന നിപ്പിൽ കടകം പറഞ്ഞ് ഇങ്ങോട്ട് നിൽക്കും. ആ പാവത്തിന് എന്തിന് ചെയ്യണത്? ഇപ്പം ചെക്കനല്ലേ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്കാർക്കാ ഇങ്ങനെ നഷ്ടമുണ്ടോ? അമ്മാർക്ക് ലാഭമല്ലേ ഉള്ളൂ. ആ പേര് പറഞ്ഞ് അടുത്ത ഭരണം പിടിക്കാൻ നോക്കും. ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ച് കളഞ്ഞിട്ട് അവസാനം ആ പാവം മരിച്ചപ്പോ കണ്ടില്ലേ? ഇപ്പം അതിന്റെ പേരില് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞിട്ട് കാറിക്കൂവി നടക്കുന്നു, നോക്കുന്നു.
എന്റെ മകൻ മരിച്ച വേദന എനിക്കറിയാം. 33 വയസ്സാണ്. ആ ഓനവന്റെ ചങ്ങായിമാർ ചതിക്കപ്പെട്ടുകാണ്ട് ആത്മഹത്യ ആണ്. ആ വേദനയാണ് നമ്മൾ സഹിക്കുന്നത്. അതേ വേദന അവൻ വല്ലതും ചെയ്ത അവന്റെ അച്ഛനൊക്കെ അമ്മക്കും ഉണ്ടാവൂലേ? ആ ബോധമൊക്കെ ഇവന്മാർക്കുണ്ടെങ്കിൽ ഇവന്മാരൊക്കെ എന്നേ നന്നായി പോയിന്. കോൺഗ്രസ് ഇത്രയും അകമ്പതിക്കാൻ കാരണം ഈ വി ഡി സതീശനാണ്, യാതൊരു സംശയമില്ല. രമേശ് ചെന്നിത്തല ആരെ മുലക്കെത്തിയത്? അവനല്ലേ മുലക്കെത്തിക്കണ്ട്. ആ പെണ്ണിന്റെ പെണ്ണാണ് ഏക്കൊരിക്കാൻ അവനക്ക് നാണുണ്ടോ? പന്നിക്ക് മനുഷ്യന്മാർ പറയുകയാണെങ്കിൽ ന്യായം വേണ്ടേ? ഓ രാജിവെക്കണം, അതാക്കണം ഇതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവനൊക്കെ പാർട്ടി തന്നെ തട്ടിവിടണം അവനെ. അതാണ് വേണ്ടിയത്. വെറുതെയെങ്കിലും വെറുതെ ഇല്ലാത്ത ഇതുണ്ടാക്കുക. ഉമ്മൻചാണ്ടിക്ക് എന്താ സംഭവിച്ച്? അതേ സംഭവം തന്നെയാണ് ഈ രാഹുൽ മാങ്കുട്ടത്തിന് വരാൻ പോകുന്നത്. രാഹുൽ മാങ്കുട്ട് കേസ് കൊടുക്കാനോ ഓരോ പേരിൽ വേണ്ടിയത്. സന്തോഷം. എൻ്റെ പേര് സീനത്താണ്. ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്ന് വിളിക്കുകയാണ്. എറണാകുളമാണ്, പക്ഷെ ഇപ്പോൾ ഞാൻ ഇടുക്കിയിലാണ്. രാഹുൽ ഒരു നല്ല ഒരു ആണാണ്. അദ്ദേഹം ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പാർട്ടിക്കുള്ള ആൾക്കാർക്ക് നേതാവാകാൻ പറ്റില്ല. അപ്പൊ രാഹുലിനെ ഉയർത്തിക്കൊണ്ട് വരില്ല. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ നമുക്ക് ഇപ്പൊ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാം പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, രാഹുൽ ഒരു കാരണവശാലും രാജിവെക്കരുത്. വെക്കണെന്തിനാ? ഈ ലോകത്തുള്ള എല്ലാ ആണുങ്ങളും എല്ലാവരും അവിടെ ഇവിടെ പെണ്ണുങ്ങളും ഒക്കെ പോണുണ്ട്. ഒരാൾക്ക് മാത്രം ഒരു നിയമം, മറ്റൊരാൾക്ക് വേറൊരു നിയമം. എന്തിനാ? ഈ പെണ്ണുങ്ങൾ ചെന്നിട്ടല്ലേ? ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും തന്നെ പെണ്ണുങ്ങളും തെറ്റുകാരിയല്ലേ? ഞാൻ പറയുന്നത് ഒരിക്കലും രാഹുൽ രാജിവെക്കാൻ പാടില്ല. കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ എന്നെ പോലെ കുറേ പേര് കാത്തു നിൽക്കുന്നോണ്ടിട്ട് ഞാനത് ചുരുക്കുന്ന. നല്ല ആൾക്കാർ വളർന്നു വരാൻ ആരും സമ്മതിക്കൂല സാറേ. നല്ലവരെ വളർത്തൂല. നല്ലവർ വളർന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആളാകാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് രാഹുൽ നിരപരാധിയാണ്. രാഹുൽ ഒരിക്കലും രാജിവെക്കേണ്ട കാര്യമില്ല. ഇല്ല. അതിന് എന്ത് എവിടെ വേണമെങ്കിലും വന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. കാരണം നമ്മൾ ഒരു ഇന്ന് ഈ ലോകം നശിച്ച ലോകമാണ്, നല്ലവരെ വളർത്തൂല. അപ്പൊ ഒരിക്കലും രാഹുൽ രാജിവെക്കേണ്ട ഒത്തിരി പറയാൻ വരുന്നുണ്ട്. പക്ഷെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി അവസരം കൊടുക്കാൻ വേണ്ടി ഞാൻ നിർത്തുകയാണ്. സന്തോഷം വിളിച്ചത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.